So let's discuss how to take light and airy photos. This is Neetu here. Welcome back to my channel. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ലൈറ്റ് ആൻഡ് എയറി ഫോട്ടോസ് എടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. ഇത് വിത്ത് ഫോട്ടോഷൂട്ട് BTSും കൂടെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വിത്ത് ഫോട്ടോസ്, എഡിറ്റഡ് ഫോട്ടോസും കൂടെ ആയിരിക്കും കാണിച്ചു തരുന്നത്. ഇതിൽ ഒരു 5 പോയിന്റ്സ്, ഞാൻ ഫോളോ ചെയ്യുന്ന 5 പോയിന്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ എൻ്റെ ഈ ഫോട്ടോഷൂട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ Fujifilm X-H2 ക്യാമറ വിത്ത് 27mm വിൽട്രോക്സിൻ്റെ ലെൻസാണ്. ഫുൾ ഫ്രെയിമിൽ അത് 40mm ആണ്. ഇതിലാണ് എൻറ്റയർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പോയിന്റ് നമ്പർ 1, ഫൈൻഡ് ദ റൈറ്റ് ലൈറ്റിംഗ്. അതായത് ഈവൻ ലൈറ്റിംഗ് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഒരു ലൈറ്റ് ആൻഡ് എയറി ഫോട്ടോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ലൈറ്റിംഗ് മാറ്റേഴ്സ് എ ലോട്ട്. അതായത് ഈവൻ ലൈറ്റിംഗ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആൻഡ് ഡിഫ്യൂസ് ലൈറ്റിംഗ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഞാനിപ്പോൾ ഈ ഫോട്ടോഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇൻഡോർ സ്പേസിൽ നിന്നാണ്. ഞാൻ ഒരു ലൈറ്റ് സോഴ്സേ ഉപയോഗിച്ചിട്ടുള്ളൂ. V1 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സപ്പോസ് നിങ്ങൾക്ക് അത് ഔട്ട്ഡോർ ആണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ലൈറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർഷ് സൺലൈറ്റിൽ എടുക്കാതെ ഇരിക്കുക. ഹാർഷ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഈവൻ ലൈറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ ഹൈലൈറ്റ്സ് വരും, കുറേ ഷാഡോസ് വരും. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഫോട്ടോ ഒരു ബ്രൈറ്റ് ആൻഡ് എയറി അല്ലെങ്കിൽ ലൈറ്റ് ആൻഡ് എയറി ഫോട്ടോ നിങ്ങൾക്ക് കിട്ടത്തില്ല. ലൈറ്റ് ആൻഡ് എയറി ഫോട്ടോസ് വേണമെങ്കിൽ ഈവൻ ലൈറ്റിംഗ് ആയിട്ടുള്ള ഗോൾഡൻ അവർ ലൈറ്റ് എന്ന് ഞാൻ പറയത്തില്ല, ഗോൾഡൻ അവർ ലൈറ്റിങ്ങിന് തൊട്ട് മുന്നത്തെ ഒരു ടൈമാണ് ഏറ്റവും പെർഫെക്റ്റ് ഫോർ ഔട്ട്ഡോർ ഷൂട്ട്. ഇൻഡോർ ആണെങ്കിൽ സോഫ്റ്റ് ഡിഫ്യൂസ് ലൈറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals take us higher. The night's young, it is just പോയിന്റ് നമ്പർ 2 ഈസ് ചൂസിങ് ദ റൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആദ്യം അന്വേഷിച്ചത് ലൈക്ക് എനിക്ക് കോസ്റ്റ്യൂം എന്താണെന്നുള്ളത് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരു ലൈറ്റ് ആൻഡ് എയറി ഫോട്ടോ ആണ് വേണ്ടതെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ആദ്യം ഞാൻ ചെക്ക് ചെയ്തു. നമുക്ക് ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള വാള്, അല്ലെങ്കിൽ ഇപ്പം സപ്പോസ് ഔട്ട്ഡോർ ആണെങ്കിൽ പോലും ഒത്തിരി ട്രീസ് ഉള്ളതോ അല്ലെങ്കിൽ ഒത്തിരി ഗ്രീൻസ് ഉള്ള സ്ഥലത്തും നിങ്ങൾ ഷൂട്ട് ചെയ്യാതിരിക്കുക. ഓപ്പൺ സ്പേസ്, അതായത് കുറേ ഫീൽഡ്, കുറേ ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി സ്പേസ് വിട്ടിട്ടാണ് ട്രീസ് എങ്കിൽ കുഴപ്പമില്ല. ഒത്തിരി വൈഡായിട്ട് ഉള്ള സ്പേസിലാണ് ഷൂട്ട് ചെയ്യേണ്ടത് ഔട്ട്ഡോർ ആണെങ്കിൽ. ഇൻഡോർ ആണെങ്കിൽ അതായത് ഒരു പാസ്റ്റൽ കളേഴ്സ് അല്ലെങ്കിൽ വൈറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ്, അതായത് വൈറ്റ് ബിൽഡിംഗ് അല്ലെങ്കിൽ വൈറ്റ് വാൾസ് അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈറ്റ് ആൻഡ് എയറി ഫോട്ടോസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഈ ഫോട്ടോഷൂട്ട് ഞങ്ങൾ ഒരു നമ്പർ 18 എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലാണ്, ഫോർട്ട് കൊച്ചിയിലാണ് ഇതുള്ളത്. ഞങ്ങളവിടെ ആക്ച്വലി മോഡൽ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ കുറേ ലൊക്കേഷൻസ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ കുറേ നോക്കി. അപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു കഫേയാണ് ഈ കിസ കഫേ എന്ന് പറയുന്നത്. ഇതൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കഫേയാണ്. ഫുള്ള് വൈറ്റ് വാൾസും പിന്നെ കുറേ ഗ്ലാസ് ആണ് അവരുടെ ഔട്ട്ഡോറിൽ ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് പറ്റിയ ലൊക്കേഷനായിട്ട് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെയാണ് ഈ കിസ കഫേയിൽ ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്നത്. സോ പോയിന്റ് നമ്പർ 3, യൂസ് എ വൈഡർ അപ്പർച്ചർ. ഈ വൈഡർ അപ്പർച്ചർ വഴി നമുക്ക് ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കിട്ടുന്നത് ഈ ഒരു ലൈറ്റ് ആൻഡ് എയറി ഫോട്ടോസ് കിട്ടാൻ സഹായിക്കും. ഞാൻ ഈ ഷൂട്ടിന് യൂസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞതുപോലെ 27mm ആണ്. അത് 1.2-ലാണ് കൂടുതലും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കോസ്റ്റ്യൂമിൻ്റെ ഡീറ്റെയിൽ ഷോട്ട്സ് മാത്രമാണ് അതൊരു F2-ലും F2.8-ലും ഒക്കെ ഞാൻ എടുത്തിട്ടുള്ളത്. ആസ് എ ഹോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എല്ലാം 1.2 ഓർ 1.4-ലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറും ബാക്ക്ഗ്രൗണ്ട് ബോക്കേസും ഒക്കെ വരുമ്പോഴത്തേനും കുറേ നമുക്ക് ലൈറ്റ് ആൻഡ് എയറി ഫോട്ടോസ് കിട്ടാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് പ്രൈം ലെൻസുകൾ ഉപയോഗിക്കാൻ നോക്കുക. പോയിന്റ് നമ്പർ 4, യൂസ് എ ലൈറ്റ് കളേർഡ് പാലറ്റ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പം മോഡലിനെയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ മോഡലിൻ്റെ കോസ്റ്റ്യൂം ലൈറ്റ് കളേർഡ് അല്ലെങ്കിൽ വൈറ്റ് കളർ അല്ലെങ്കിൽ പാസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്യാൻ നോക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ലൈറ്റ് ആൻഡ് എയറി ഫോട്ടോസ് കിട്ടും. ഇപ്പം കപ്പിളുടെയൊക്കെ ആണെങ്കിലും കപ്പിളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ, ബ്രൈഡ്സ് മെയ്ഡ്, അതുപോലെ ഈ കപ്പിളിൻ്റെ തന്നെ ഫാമിലി മെമ്പേഴ്സ്, വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതിനാണെങ്കിലും നമ്മൾ പാസ്റ്റൽ കളേഴ്സ് ആയിട്ടുള്ള ഒരു ഇത് തീം കൊണ്ടുവരാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക്
ലൈറ്റ് ആൻഡ് എയറി ഫോട്ടോസ് കിട്ടത്തുള്ളൂ. മിക്സ് കളേഴ്സും അല്ലെങ്കിൽ ഡാർക്ക് കളേഴ്സും ഒക്കെ കൊണ്ടുവന്നാൽ ലൈറ്റ് ആൻഡ് എയറി ഫോട്ടോസ് കിട്ടത്തേയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് എന്തോ ആയിക്കോട്ടെ, കപ്പിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ മോഡൽ ആയിക്കോട്ടെ, അവരുടെ കോസ്റ്റ്യൂം പാസ്റ്റൽ കളേഴ്സ് ഓർ ലൈറ്റ് കോസ്റ്റ്യൂംസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. Take us higher. The night's young and it's just begun. As she puts her hand in mine, we wanna taste the night, wanna dance to the light. So the last point is post production. Post production എന്ന് ഉദ്ദേശിക്കുന്നത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് വഴി തന്നെ നമുക്ക് കുറേയൊക്കെ ഈ ലൈറ്റ് ആൻഡ് എയറി ഫോട്ടോസ് നമുക്ക് കിട്ടും. റൈറ്റ് പ്രീസെറ്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് കുറേ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം ലൈറ്റ് ആൻഡ് എയറി ഫോട്ടോസ് ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ എനിക്കറിയാം. കാരണം നമ്മളിപ്പോൾ ബേബി ന്യൂ ബോൺ ഷൂട്ട്സ് അല്ലെങ്കിൽ ബാപ്റ്റിസം ഷൂട്ട്സ് അതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രീസെറ്റ്സ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ലൈറ്റ് ആൻഡ് എയറി ഒരു സെറ്റ് ഓഫ് പ്രീസെറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളും അതുപോലെ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്രൈറ്റർ ഫോട്ടോസ് കിട്ടിയില്ലെങ്കിൽ എഡിറ്റിംഗ് വഴി നിങ്ങൾ അങ്ങനെ ആക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഓവർ എക്സ്പോസ്ഡോ അല്ലെങ്കിൽ വാഷ്ഡ് ഔട്ട് ആവുന്ന രീതിയിൽ എഡിറ്റ് ചെയ്യരുത്. ഒരിക്കലും ഒരു പർച്ചേസ് ചെയ്ത പ്രീസെറ്റിന് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അഥവാ അങ്ങനെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സിറ്റുവേഷൻ അനുസരിച്ച് വീണ്ടും അത് എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ആക്ച്വലി അങ്ങനത്തെ പർച്ചേസ് ചെയ്യുന്നതിന് പകരം എനിക്ക് കുറേ പ്രീസെറ്റ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. എനിക്ക് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്ത പ്രീസെറ്റ്സ് ഇപ്പം ഒരു ബീച്ചിലെ ഒരു കപ്പിൾ ഒരു ഷൂട്ടിന് ഉപയോഗിച്ചിരുന്ന പ്രീസെറ്റ് എനിക്കിപ്പം ഒരു ഇൻഡോർ മോഡലിൻ്റെ ഷൂട്ടിനോ അല്ലെങ്കിൽ ഫാഷൻ ഫോട്ടോഷൂട്ടോ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറയുന്ന പോലെ തന്നെ ഇൻഡോറിൽ ഞാൻ യൂസ് ചെയ്തത് ഒരിക്കലും എനിക്കൊരു ബാപ്റ്റിസം ഫോട്ടോ ഒരു കൊച്ചിൻ്റെ അല്ലെങ്കിൽ ബർത്ത്ഡേസിനോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തന്നെ ഞാൻ കുറേ പണിതിട്ടാണ് ഈ ഒരു ഫൈനൽ പ്രൊഡക്റ്റിലോട്ട് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും പ്രീസെറ്റ് മേടിച്ച് കഴിഞ്ഞാൽ പ്രീസെറ്റ് എല്ലാം ചെയ്തോളൂ എന്ന് വെച്ചിട്ട് അങ്ങനെയല്ല, നിങ്ങൾ അതിൻ്റെ മുകളിൽ വീണ്ടും നിങ്ങൾ ആ ഒരു പെർഫെക്റ്റ് ഇത് വരുന്നവരെ നിങ്ങളത് എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. Chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild, never sleep, never stop, as we shout from the top, we're gonna be two hearts running wild. ബേസ്ഡ് ഓൺ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് കുറച്ച് 2-3 കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ യൂഷ്വലി എടുക്കുന്നത് നമ്മുടെ എക്സ്പോഷർ മീറ്ററിൽ ഒരു +1 ഈ ലൈറ്റ് ആൻഡ് എയറി ഫോട്ടോസ് എടുക്കുന്നത്. +1 ഒരിക്കലും ഞാൻ 0 അല്ലെങ്കിൽ അണ്ടർ എക്സ്പോസ്ഡ് ആയിട്ടോ ഞാൻ ഫോട്ടോസ് എടുക്കാറില്ല. ഇത് പോർട്രേറ്റ് മാത്രമല്ല, ഞാൻ ഫുഡ് ആൻഡ് പ്രോഡക്റ്റ് എല്ലാം എടുക്കുന്ന സമയത്തും ഞാനിത് ശ്രദ്ധിക്കാറുണ്ട്. സോ നോട്ട് ദ പോയിന്റ്, ഞാനീ പറഞ്ഞത് ഓൺലി ഫോർ ലൈറ്റ് ആൻഡ് എയറി ഫോട്ടോസ്. അതുപോലെ തന്നെ വൈറ്റ് ബാലൻസിൽ ഞാൻ കുറച്ചൊരു വാം ടോണിലോട്ടാണ് പോകുന്നത്. എനിക്കതാണ് കൂടുതൽ ലൈറ്റ് ആൻഡ് എയറി ഫോട്ടോസ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിവേസ് ഇറ്റ്സ് അപ് ടു യു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഇത് രണ്ടും. അതായത് +1 എന്നുള്ള എക്സ്പോഷറും അതുപോലെ ഈ വൈറ്റ് ബാലൻസ് കുറച്ച് വാംത്തിലോട്ട് വരുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ലൈറ്റ് ആൻഡ് എയറി ഫോട്ടോസ് കിട്ടാൻ സഹായിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ അതുപോലെ തന്നെ എൻ്റെ ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഫോട്ടോസും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.